ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ കാവിൽ വർഷത്തിലൊരിക്കലാണ് അവിടെ തുറക്കുന്നത്. അപ്പം അവിടെ രാവിലെ നൂറും പാലും ഉണ്ട്, അതുപോലെ തന്നെ ഉച്ചയാകുമ്പം സദ്യ, വൈകുന്നേരം ദീപാരാധന, അത് കഴിഞ്ഞ് കുത്തിയോട്ട ചുവടുണ്ട്. അപ്പം അങ്ങനെ ഞാനും വലിയച്ഛനും കൂടി ഉച്ചയ്ക്കത്തെ സദ്യ കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം അവിടെ അടുത്തൊരു മഹാദേവ ക്ഷേത്രമാണ് അവിടെ എത്തുന്നതിന് മുമ്പായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം മഹാദേവ ക്ഷേത്രം എന്ന് കരുതി. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സദ്യയ്ക്കുള്ള എല്ലാവരും ഒക്കെ വന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയോട് അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വന്ന് കഴിച്ച് ഒക്കെ പോയി. ഞങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഷാനും ഋഷിക്കുട്ടനും അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ അധികം ആളില്ലാഞ്ഞുകൊണ്ട് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ വന്നിരുന്നു സദ്യയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം അവിടെ നിന്ന് ഷാനു എന്നെ നോക്കുന്നുണ്ട്, അവിടെ ഏറുകണ്ണൊക്കെ ഇട്ട് നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇരുന്ന് സദ്യയൊക്കെ നല്ല നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. പിന്നെ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ പോയി റെഡിയായി വൈകുന്നേരം ഞങ്ങൾ ദീപാരാധനയും കുത്തിയോട്ടമൊക്കെ കാണാനായിട്ട് ഞാനും അമ്മയും കൂടെ ഇറങ്ങിയത്. കനാലിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അവിടുന്ന് അമ്പലത്തിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. അങ്ങനെ അവിടെ എത്തി എല്ലാം വിളക്കൊക്കെ കത്തിക്കാനുള്ളതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വന്ന് വിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്ന കാരണം. പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ച് ദീപാരാധനയൊക്കെ തൊഴുത് എല്ലാമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെല്ലാവരും കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ദീപാരാധനയുടെ ഇതെല്ലാം കഴിഞ്ഞ് മുകളിൽ പോയി പൊട്ടുന്നതും ഇതെല്ലാവരും ഒരുമിച്ച് നിന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചൂട് കട്ടൻ കാപ്പി, കരിപ്പെട്ടി കാപ്പി ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് കുത്തിയോട്ടത്തിൽ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുത്തിയോട്ടം കാണുമായിരുന്നു.